ഹലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ വേറെ ആരുമല്ല കേട്ടോ, നിങ്ങൾ മാത്രമാണ്. സംഭവം വേറൊന്നുമല്ല. ഇന്ന് ഹിജ്റ വർഷം അനുസരിച്ച് ഷാബാൻ 19, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ച സമയത്ത് എനിക്ക് ഒരുപാട് പേര് എനിക്ക് വിഷസ് അറിയിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്നെ കോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ എന്റെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ച് വിഷസ് അറിയിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങളോട് താങ്ക്സ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഓൾ ഓഫ് യു. ഐ എം സോ ഹാപ്പി. അപ്പം എന്നോട് കുറെ പേര് ചോദിച്ചാൽ നിന്റെ ബർത്ത്ഡേ മാർച്ചിലല്ലേ? ശരിയാണ്, ഇംഗ്ലീഷ് മാസം അനുസരിച്ച് മാർച്ച് 6 തീയതിയാണ് എന്റെ ബർത്ത്ഡേ. പക്ഷെ അതിനേലും മോർ പ്രീഷ്യസ് ആയിട്ട് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ദിവസം എന്ന് പറയുന്നത് ഷാബാൻ 19 ഇന്നത്തെ ദിവസമാണ്. സംഭവം വേറൊന്നുമല്ല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഷാബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണെന്നുള്ളത്. സോ ഇതിനും വലിയൊരു ബ്ലെസ്സിങ്സ് എനിക്കിനി വേറെ കിട്ടാനില്ല. റസൂലുള്ളാഹിയുടെ മാസം ഷാബാനിൽ ഞാൻ ജനിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ബ്ലെസ്സിങ്സ് എന്നെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. അടുത്ത മാസം റമളാനാണ്, പുണ്യങ്ങളുടെ മാസമാണ്. സോ ഐ ഫെൽറ്റ് ലൈക്ക് മോർ ഡിവൈൻ ഒരു എനർജി പോലെ എനിക്ക് തോന്നുകയാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മലയാള വർഷം ചിങ്ങമാസം ഇന്ന ദിവസം അവള് ജനിച്ചു എന്ന് പറയുന്ന പോലെ ഹിജ്റ വർഷം ഷാബാൻ മാസം 19 ദിവസം ജനിച്ച ആളാണ് ഈ ഇരിക്കുന്നത് ഞാൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് എന്നോട് കുറെ പേര് ചോദിച്ചു ഷഹബാൻ, അതുകൊണ്ടാണ് നിനക്ക് ഷാബിൻ ഷാ എന്ന് പേര് വന്നത്, പേരിട്ടെന്നൊക്കെ ചോദിച്ചു. സോറി, അതെന്റെ പേരൻസിനോട് തന്നെ ചോദിക്കണം. പക്ഷെ അതിന്റെ അർത്ഥം വരുന്നത് ഞാൻ കുറെ ഇതിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഗിഫ്റ്റ് ഓഫ് അള്ളാഹ് എന്നാണ്. അപ്പൊ അതിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഐ എം സോ ഹാപ്പി, അൽഹംദുലില്ലാ. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ദുആ ചെയ്യുക, അതുപോലെ തന്നെ സദക്ക ചെയ്യുക. പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേര് ഒരു സ്ഥലത്ത് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്നിട്ട് അവിടെ പള്ളിയിൽ പോയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ ഗ്രാൻഡ് പേരൻസ് ആണ്, അവരുടെ അടുത്താണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ തിരിച്ചു വരും. പിന്നെ നിങ്ങള് എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത്, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, എന്നെ ഇത്രയും ചേർത്ത് പിടിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് വിശ്വാസം അറിയിച്ച എവ്രി പേഴ്സൺസ് എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ്. എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിന്. ഓരോരുത്തരുടെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ അത്രയും അവർ ഉള്ളിൽ ടച്ച് ചെയ്തിട്ട് എനിക്ക് അയക്കുന്ന മെസ്സേജ് കാണുമ്പോൾ ഞാൻ ആയിരിക്കും പഠിച്ചു ഇവരുടെയൊക്കെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, ഞാൻ പഠിച്ചവന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. പക്ഷെ എന്നെക്കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം എന്ന് പാടുന്നത് പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം എല്ലാവരുടെ ലൈഫിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ട്. കുറെ പേരല്ല, ഓൾമോസ്റ്റ് ആൾക്കാരെ ഞാൻ മെന്റലി കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാവാം. എന്തായാലും അൽഹംദുലില്ലാ, പഠിച്ചവന് ഒരുപാട് സ്തുതിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പണി തന്നിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും നിങ്ങളോടൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് നിങ്ങളെ പോലുള്ള ആൾക്കാരും ലൈഫിലുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇനി എനിക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും, എനിക്ക് മെസ്സേജ് അയക്കാൻ മറന്നവർക്കും എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. ഐ ലവ് യു സോ മച്ച്. ലവ് യു ഓൾ.